നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. WTC പോയിന്റ് പട്ടികയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇന്നിപ്പോൾ പടുകൂറ്റൻ വിജയമാണ് രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്ക നേടിയിരിക്കുന്നത്. 233 റൺസിന്റെ വമ്പൻ വിജയം അവർ സ്വന്തമാക്കുമ്പോൾ അവർക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയത് മാർക്കോ യെൻസനാണ്. യെൻസൻ ആദ്യ ഇന്നിങ്സിൽ 13 റൺസിന് 7 വിക്കറ്റ് നേടിയിരുന്നെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ 73 റൺസിന് 4 വിക്കറ്റ് നേടി. അവർക്ക് വേണ്ടി സെഞ്ചുറി നേടിയിട്ടുള്ള താരങ്ങൾ നോക്കുക. ആദ്യ ഇന്നിങ്സിൽ ടെമ്പ ബൗമയുടെ 70 റൺസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. രണ്ടാം ഇന്നിങ്സിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് 122 റൺസ്, ടെമ്പ ബൗമ 113 റൺസ്. അങ്ങനെ തകർപ്പൻ പ്രകടനമാണ് സൗത്ത് ആഫ്രിക്ക മൊത്തത്തിൽ പുറത്തെടുത്തത്. അതിൽ എടുത്തു പറയേണ്ടത് മാർക്കോ യെൻസന്റെ പ്രകടനമാണ്. അദ്ദേഹം രണ്ട് ഇന്നിങ്സുകളിലുമായി 28.3 ഓവർ ബോൾ ചെയ്ത് 86 റൺസിന് 11 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. റിസൾട്ട് എന്താണ്? സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ WTC ടേബിളിൽ ഓസ്ട്രേലിയയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. സൗത്ത് ആഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക്, 5-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. ശ്രീലങ്ക 3-ാം സ്ഥാനത്ത് നിന്ന് 5-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. 1-ാം സ്ഥാനത്ത് ടീം ഇന്ത്യ തന്നെ തുടരുന്നു. നമ്മൾ നോക്കുകയാണ് നിലവിലെ ആ ഒരു WTC പോയിന്റ് പട്ടിക. ഇന്ത്യയാണ് 1-ാം സ്ഥാനത്ത്. 15 മത്സരങ്ങൾ കളിച്ച് ഇന്ത്യ 9 വിജയങ്ങൾ, 5 തോൽവികൾ, ഒരു സമനില. 110 പോയിന്റ് ഉണ്ട് ഇന്ത്യക്ക്. ഇവിടെ വിന്നിംഗ് പെർസെൻറ്റേജ് ആണല്ലോ നോക്കുക. സോ PCT ഇന്ത്യയുടെ പെർസെൻറ്റേജ് 61.11 ഇന്ത്യ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ടാമതുള്ള സൗത്ത് ആഫ്രിക്കക്ക് 59.26 ഇപ്പോൾ പെർസെൻറ്റേജ് ഉള്ളത്. മൂന്നാമതുള്ള ഓസ്ട്രേലിയയുടെ പെർസെൻറ്റേജ് 57.69. നാലാമത് ന്യൂസിലാൻഡാണ്, അവരുടെ പെർസെൻറ്റേജ് 54.55. 5-ാം സ്ഥാനത്ത് ശ്രീലങ്ക, അവരുടെ പെർസെൻറ്റേജ് 50. 6-ാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട് ഉള്ളത്, പെർസെൻറ്റേജ് 40.79. 7-ാം സ്ഥാനത്ത് പാകിസ്ഥാൻ, പെർസെൻറ്റേജ് 33.33. 8-ാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ്, പെർസെൻറ്റേജ് 26.67. 9-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ്, PCT 25. സോ ഇന്ത്യ 1-ാമതും സൗത്ത് ആഫ്രിക്ക 2-ാമതും ഓസ്ട്രേലിയ 3-ാമതും നിൽക്കുന്നു. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണം. ഇന്ത്യക്ക് WTC ഫൈനൽ മറ്റുള്ള ടീമുകളുടെ ഒന്നും റിസൾട്ട് ബാധിക്കാതെ, അത് നോക്കാതെ ഇന്ത്യക്ക് സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി 4-0 വിജയിക്കേണ്ടതുണ്ട്. അത് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും മികച്ച തുടക്കം നമ്മുടെ കുട്ടികൾക്ക് ഓസ്ട്രേലിയയിൽ ലഭിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണി ഓസ്ട്രേലിയക്കും ഇന്ത്യക്കും ഒക്കെ WTC ഫൈനലിൽ വരുന്നുണ്ട് എന്നതാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.